ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള ലോകത്ത് ഇന്തോനേഷ്യ ഒരു ഡിക്ലെയർഡ് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. 87% ജനങ്ങൾ തികഞ്ഞ ഏകദൈവ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികളാണ്. 11% ആളുകൾ ക്രിസ്ത്യ വിശ്വാസികളാണ്. 2% ആളുകളാണ് ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളുമായിട്ടുള്ളത്. അവിടെയാണ് ലോകത്തെ ഒരേ ഒരു രാജ്യം ഔപചാരികമായി രാമായണ മേള നടത്തുന്ന, ഗവൺമെന്റ് നടത്തുന്ന ഒരേ ഒരു സ്ഥലം അതാണ്. അതിനർത്ഥം അവര് രാമായണത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ രാമായണത്തിലെ അതിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അംഗീകരിച്ചുകൊണ്ട് ദൈവമായിട്ട് അംഗീകരിക്കുന്നുള്ളതല്ല. ഈ തരത്തിലുള്ള കാര്യങ്ങൾ. അവിടുത്തെ എയർലൈൻസിന്റെ പേരെന്താ? ഗരുഡ എയർലൈൻസ്. നമ്മുടെ എയർ ഇന്ത്യ എന്നുള്ളതിന് പകരം ഗരുഡ എയർലൈൻസ് ആണ്. അവിടെ 5 ബാങ്കുകളിലൊന്ന് ഗവൺമെന്റ് ബാങ്കുകളിൽ ഇതിന്റെ പേര് കുബേര ബാങ്ക് എന്നാണ്. സോ വി ആർ അക്സെപ്റ്റിംഗ് ആൻഡ് റെസ്പെക്ടിങ് അവർ ട്രഡീഷൻ. അതേസമയത്ത് ദൈവം ഏകവിശ്വാസമാണ്, അതിൽ ഞങ്ങൾ വ്യതിചലിക്കില്ല. ട്രഡീഷൻ ഉൾക്കൊള്ളുന്നു, ട്രഡീഷൻ അനുസരിച്ച് പോകുന്നു. ഇതാണ് എല്ലാ രാജ്യങ്ങളിലുള്ള പതിവ്. ഇവിടെ മാത്രം ചില സംഘടനകൾ അതിനെ എതിർക്കുന്നു. ഞാൻ ആ സംഘടനകളെ പറ്റിയൊന്നും ഞാൻ പോകുന്നില്ല, അതിലെ വിവാദങ്ങൾക്ക് ഞാനില്ല. അപ്പോൾ ഏതായാലും ഈ കാര്യം ഒന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനേതായാലും പോകുന്നുണ്ട്. പിന്നെ അവിടെ ഈ കൊല്ലകടം എന്നൊക്കെ പറഞ്ഞ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളായതുകൊണ്ട് ആലപ്പുഴയിലെ പത്രപ്രവർത്തകർക്ക് ഒരുപക്ഷെ അവിടെ എത്തിപ്പെടാൻ നിങ്ങളുടേതായ പരിമിതികളുണ്ടാവും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിൽ 6 വയസ്സുള്ള എന്നെ കൈപിടിച്ച എൻ്റെ മുത്തശ്ശി, അന്ന് ബസ്സൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. വെൺമണിയിൽ നിന്നും കൊല്ലവടയിൽ പോകണമെങ്കിൽ നടന്നു പോകണം. 3 കിലോമീറ്റർ നടത്തി കൊണ്ടുപോയി 2 തവണ. എൻ്റെ മുത്തശ്ശി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ ഈ പ്രൈമറി കോംപ്ലക്സോ അത് സാധാരണ 8 വയസ്സാകുമ്പോൾ അത് മാറുന്നതാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വരുന്നത് പിന്നീട് അങ്ങ് മാറും. പക്ഷെ വിശ്വാസം ഇങ്ങനെയാണ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഓർത്തഡോക്സ് പള്ളി, പഴയ ക്രിസ്ത്യൻ ദേവാലയം, അവിടെ മെഴുതിരി കത്തിച്ചിട്ടും അമ്പലത്തിലും പോയിട്ട് വിളക്ക് കത്തിച്ചിട്ടും ഒക്കെയാണ് പരീക്ഷയ്ക്ക് പോകാറുള്ളത്. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ്. കേരളത്തിലെ എത്രയോ ദേവാലയങ്ങളിൽ ഞാൻ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യ ദേവാലയം പഴഞ്ഞിപ്പള്ളി തൃശ്ശൂരിൽ, പഴയ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നാട്ടിലെ പള്ളി, എന്നെ അദ്ദേഹം കൊണ്ടുവരിക കാണിച്ചതാണ്. പള്ളിയിലേക്കുള്ള റാസ വരുമ്പം അവിടുത്തെ ഒരു പഴയ ഫാമിലിയാണ് ആദ്യത്തെ വിളക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ അടൂരിൽ അത്തരത്തിലുള്ള ഇത്തരം ആചാരങ്ങളെല്ലാം കുഴിച്ചു മൂടുന്നത് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് നിൽക്കുന്നതല്ല. ഇപ്പോൾ എരുമേലിപ്പള്ളിയിലെ പേട്ടതുള്ളലും അതിൻ്റെ തൊട്ട് തലേ ദിവസമുള്ള ഇതേപോലുള്ള ആചാരം, അതൊക്കെ പരസ്പരം കോംപ്ലിമെൻ്ററിയാണ്, പരസ്പരം വിശ്വാസമാണ്. മനുഷ്യ മനസ്സുകളെ ഏകീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതിൽ ഒരു വലിയ ഘടകമാണിത്. ഞാൻ അതുകൊണ്ടാണ് ഇന്തോനേഷ്യയുടെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനിടയായത്. ഇന്തോനേഷ്യയിൽ അവിടുത്തെ രാഷ്ട്രപതിയുടെ, പ്രസിഡന്റിന്റെ വീടിന് മുമ്പിൽ ഭഗവത്ഗീതയിൽ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇതിനർത്ഥം അവരാരെങ്കിലും ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നെന്നാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന തരത്തിലേക്ക് പോകരുത്. ആ സഭകളിൽ തന്നെ ഇപ്പോൾ കൊല്ലകടവിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. അവർ കേസാണ്, കേസിൽ നിന്ന് കിട്ടി അതുകൊണ്ട് നടത്തുന്നു. അവർ ഇതുവരെ നിന്നിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള പന്തളത്തൊക്കെ നിർത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറെ കൂടി വിശാലമായ വീക്ഷണകോണിലേക്ക് പോകണം. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇത്തരം കേസുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്ന് വിളിച്ചിരുത്തി ഈ പ്രശ്നങ്ങൾ തീർക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനിന്നിങ്ങോട്ട് ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇടയായതുകൊണ്ട് ഈ കാര്യം എൻ്റെ ആലപ്പുഴയിലെ എൻ്റെ ജില്ലയാണല്ലോ, ജില്ലയിലെ ആൾ നിങ്ങളോട് ശ്രദ്ധയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അല്ല. ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്നതിൽ ആണ്ട് നേർച്ച നടത്താറുണ്ടല്ലോ. കൊണ്ടോട്ടി ആണ്ട് നേർച്ച കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഇവിടെ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് പണ്ടുകാലത്ത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചന്ദനക്കുട ഉത്സവമാണ്. അതിൻ്റെ ആചാരങ്ങൾ ഒരു പക്ഷേങ്കിൽ തദ്ദേശീയമായ ആചാരങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കും, ഹിന്ദു ആചാരങ്ങളോട് ബന്ധപ്പെട്ടതായിരിക്കും. ആചാരങ്ങൾ പാടില്ല എന്നാരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ യഹൂദികൾ പ്രവാചകന്റെ ദേവാലയത്തിലേക്ക്, പ്രവാചകന്റെ ദേവാലയമാണോ മക്കയും മദീനയിലേക്ക് മറ്റ് വിശ്വാസികൾ വന്നപ്പം
അവരുടെ ഏറ്റവും കൂടുതൽ എതിർത്ത ആൾക്കാരാണല്ലോ യഹൂദികൾ വന്ന അവസരത്തിൽ അദ്ദേഹം പ്രവാചകന്റെ പള്ളി അവരുടെ പ്രാർത്ഥനാ സമയത്ത് മലർക്ക് തുറന്നുകൊടുത്ത് അവരുടെ ആരാധന അവിടെ നടത്തിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ പ്രവാചകൻ ചെയ്തത് തെറ്റാണോ? യഹൂദികളുടെ ശവം കൊണ്ടുപോകുമ്പം ആദരപൂർവ്വം ആദരിക്കരുതെന്നുള്ള വാക്ക് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നപ്പം അത് എണീറ്റ് നിന്നുകൊണ്ട് അതിനെ ആദരിച്ചു. അപ്പം യഹൂദികളുടെ ശവം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇതിനെ ആദരിച്ചെന്ന് ചോദിച്ചിട്ടില്ലേ? ചോദിച്ച ആളോട് അത് മറുപടി പറഞ്ഞിട്ടുമില്ലേ? ഇതൊക്കെ പഠിക്കേണ്ടതാണ്. മറിച്ച് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാള്, ഞാൻ പേരൊന്നും പറയുന്നില്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്തിനാ? അവിടുത്തെ ഭരണഘടനയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തോ ഒരു അവകാശം കൊടുത്തതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ. എന്നിട്ട് ലാഹോർ കോടതി അദ്ദേഹത്തെ ഇപ്പൊ ഇതിൽ പെടുന്ന പ്രസ്ഥാനത്തിന്റെ ആളിന്, സ്ഥാപകനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പിന്നെ അപ്പീൽ കോടതി, ഹൈക്കോർട്ടാണ് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളെ സ്ട്രിക്റ്റായുള്ള ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും ആ വ്യാഖ്യാനങ്ങളിൽ ആളുകളെ വഴിതെറ്റിക്കുന്നതും ശരിയല്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ അതിൻ്റെ അകത്തിലെ വിവാദങ്ങളിലൊക്കെ ഒന്നും ഇടപെടാൻ പോകുന്നില്ല. അത് അവരുടെ പണ്ഡിതന്മാരും അവരും എല്ലാം കൂടെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇന്നിങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇവിടുത്തെ പോകുമ്പം ശരി, ഇവിടെ നമ്മുടെ ഒരു വിവാദത്തിലേക്ക് എടുത്ത് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അതിന് വഖഫ് ബോർഡിൻ്റെയും ഒക്കെ വിധികൾ ഇവർക്ക് അനുകൂലമായിട്ട് നടത്താനായിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് അറിയിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ.